വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്. സോ ഇന്ന് ഞങ്ങളുടെ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ്. എന്തുവാ നിക്ക്. അപ്പം ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കറന്റ് വീട്ടിൽ വന്നിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കുന്നതിനിടയ്ക്ക് ഞാൻ കണ്ടൊരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന്. എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇല്ലേ? സർപ്രൈസ് കാണിച്ചു തരാം. സോ സാധനം ഇതാ കാണിക്കും. ഓക്കെ കാണിക്കും. ഇതാണ് ആ സാധനം. അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു കല്യാണ ആൽബം ആണ്. 21 വർഷം മുന്നേ, അതായത് മുന്നത്തെ ആൽബം. അതായത് ഞങ്ങളുടെ അമ്മച്ചിയുടെ വർഷത്തെ കല്യാണം കഴിഞ്ഞിട്ട് 21ാം വർഷം ആകും. അപ്പം ഇപ്പം ഇത് ചെയ്യാൻ പറ്റിയൊരു കറക്റ്റ് ടൈമാണ്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള എന്താണെന്ന് കണ്ടാലോ? സോ ഞങ്ങൾ ആൽബം തുറക്കാൻ പോവാണ്. ഓക്കെ, എക്കോ. ഇതിനകത്ത് പല ആളുകളും ഇതിൽ ചില ആളുകളൊന്നും ജീവനോടില്ല, ചില ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ചിലരുടെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ച് ചാവാനുള്ള ഒരു വകുപ്പുണ്ടല്ലോ. നമുക്ക് നോക്കിയാലോ ഇതിനകത്ത്? പുറത്ത് നല്ല മഴ. ഞാൻ ഇറങ്ങിയുള്ളത് ആലപ്പുഴയാണ്. ഇന്നലെ വന്ന് ആലപ്പുഴയിൽ വന്ന് എനിക്കൊരു മാരേജ് ഉണ്ട്. അപ്പം അതിന് വന്നാണ്. സോ ആൽബം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നൊന്നും അറിയില്ല. ഇതാണ് കുട്ടി കാണിക്കണം. ഇതാണ് ഗൈസ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. തുറന്നു വെച്ചേ. അംജിത് സവിത പ്ലീസ്. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഈ ക്യാമറ എടുത്തിട്ട് അയവ ഇങ്ങനെ മറിച്ച് കാണിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കാലോ? സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഓക്കെ, നോക്കി കാണിച്ചു കൊടുക്കാം അല്ലേ? സോ ഫസ്റ്റ് വൺ ഇതാണ് ഗൈസ്, ഫാദർ മദർ. ആൻഡ് ഇത് 2003 ആൽബമാണ്, December 7. സോ ഇതാണ് അവരുടെ കല്യാണ ഫോട്ടോ. നല്ല സുന്ദരിയില്ല ഈ റമ്മി? ഞാനിപ്പം ഈ ഒരു ഫേസ് കട്ട് ആവുന്നുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഫാദർ ഗൈസ്. യെസ്. ഇനി ഇവിടെ എന്താ? ഇത് ആ ഒരു ഫംഗ്ഷൻ അല്ലേ? മുഹൂർത്തോ? ഇത് ഫാദർ ഗൈസ്. ഇത് ഫാദറിന്റെ സിസ്റ്റർ ആണ്. ഇത് എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് മദർ ആണ്. ഫാദറിന്റെ മദറാണ്. മരിച്ചുപോയി. ഗ്രാൻഡ് ഫാദറും മരിച്ചു, ഗ്രാൻഡ് മദറും മരിച്ചു. പിന്നെ ഇത് സിസ്റ്റർ അല്ലേ? അയ്യോ, നിനക്ക് എന്താ ആൽബം കണ്ടിട്ട് തോന്നണം? നീ 13 വർഷത്തിന് ശേഷമാണ് വന്നത്. ഇതിന് മുന്നേ ഞാൻ കുറേ വട്ടം ഈ ഒരു ആൽബം എടുത്ത് കളിച്ചിട്ടുണ്ട്. നിനക്ക് ഈ ആൽബം കാണുമ്പോൾ എന്താ തോന്നുന്ന? നീ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടാ? പറ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ വഴിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് മധുരം കുറുപ്പാണ്. പെട്ടോണീസിന്റെ ഒരു ചടങ്ങാണ് ഇതൊക്കെ. പക്ഷെ ഇപ്പൊ ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല. പെട്ടോണീസ് അറിയില്ല. പിന്നെ തൊട്ട് ഇതും ഫാദറാണ് ഗൈസ്. ഇത് ഗ്രാൻഡ് മദർ. പിന്നെ ഇത് എന്റെ ഫാദറിന്റെ സിസ്റ്റർ. യെസ്, ഫാദറിന്റെ സിസ്റ്റർ. എനിക്ക് ചിലരുടെ കറക്റ്റ് ബന്ധങ്ങളൊന്നും അറിയില്ല. കണ്ടിട്ട് ആരും ചീത്ത വിളിക്കരുത് എന്നെ. ഇതും ഫാദർ. എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്ക് റിലേഷൻ ഒന്നും അറിയില്ല. ഇതൊക്കെ ഓരോന്നാവും. പിന്നെ കുറേ ഫാമിലീസ് ആ ഒരു ആചാരങ്ങളെ നമ്മളെ. പിന്നെ ഇതാണ് ഗൈസ് എന്റെ ഹാൻഡ്സം ഡാഡി. ഇത് കണ്ണടച്ചു പോയി, അതെനിക്ക് അറിയില്ല. ഇനി ഇത് പണ്ടത്തെ ആ ഒരു ഇതെല്ലാം. പണ്ട് ഇങ്ങനെ ആയിരുന്നു അതിന്റെ കല്യാണം. പണ്ടില്ലേ, ഇപ്പൊ നമ്മള് പോകുന്ന കല്യാണങ്ങൾ നീ കാണുന്നില്ലേ? അതൊന്നും അല്ല പണ്ടത്തെ കല്യാണങ്ങള്. കണ്ട ഇതും. സോ ഇതൊക്കെ കുറെ റിലേറ്റീവ്സ് ആണ്. ഇത് എന്താ? ഓക്കെ. ഇനി ഇത് ഫുഡ് കഴിക്കുന്ന. പണ്ട് ഇങ്ങനെ എല്ലാരും ഇതൊക്കെ മരിച്ചു പോയേക്കാം. പണ്ട് ഫുഡ് കഴിക്കുന്ന എല്ലാവരുടെയും ഇങ്ങനെ എടുക്കുമായിരുന്നു. ഇതാണ് ഗൈസ് എന്റെ ഗ്രാൻഡ് ഫാദർ, എന്റെ ഗ്രാൻഡ് മദർ. ആള് ബാങ്കിലായിരുന്നു. മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? എനിക്ക് ഒരു 7 years ago ആയെന്ന് തോന്നുന്നു. ഇതാണ് എന്റെ ഗ്രാൻഡ് ഫാദർ ഗൈസ്. ഞാൻ ദാദാന്ന് വിളിക്കും. ഇതെന്റെ ദാദി, ഗ്രാൻഡ് മദർ ഇപ്പൊ വീട്ടിലുണ്ട്. ഇതൊക്കെ ഫുഡ് കഴിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഗാനമേള അല്ലേ? അങ്ങനെ പാട്ട് പാടുമോ? നിന്റെ അപ്പൊ ഗിറ്റാറൊക്കെ വായിക്കുമല്ലോ, പാട്ട് പാടും. ഇതൊക്കെ ആ ഒരു ഗാനമേള ഗ്രൂപ്പ് അല്ലേ? ഇതേ ഗൈസ് എന്റെ ഫാദറിന് ഈ മാരേജിന് ഒരു പ്രത്യേകത ഉണ്ട്. ആളുടെ കല്യാണത്തിന് ആള് നോർമൽ ഒരാളെ പോലെ ഗിറ്റാർ വായിക്കുകയാണ്. അബ്ബു നോർമൽ ഗിറ്റാർ വായിക്കണേ. നോർമലി കല്യാണം കൂടാൻ വന്ന നിങ്ങൾക്ക് കാണാൻ പോണ സത്യതയാണ്. സ്റ്റേജാണ് നമ്മൾ കാണാൻ പോണത്. ഇങ്ങനത്തെ സ്റ്റേജ് തന്നെയാണ്. ഇവിടെ ഒരു ഇതെന്റെ മദർ. ഇതിങ്ങനെ പറഞ്ഞെന്തോ ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു ഫാദർ. ഒരു മെമ്മറി അല്ലേ? എത്ര വർഷം കഴിഞ്ഞാലും ഒന്നും. പിന്നെ ഗൈസ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന ഈ ഒരു റൂമാണ്. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ മേളത്തെ റൂം. എന്റെ ഫാദർ. പീപ്പിച്ച എന്ത് ചെയ്യും കാണുന്നില്ല. ഇത് മറ്റേ ചടങ്ങില്. ആൻഡ് ഇത് ഞാൻ ഓൾറെഡി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇതെനിക്ക് ആരും അറിയില്ല. ഇത് വാപ്പിച്ചയാണ്. ആൻഡ് അപ്പുറത്തില്ല. ഇതും നമ്മുടെ ഇവിടുത്തെ താഴെ അല്ല, ഇവിടുത്തെ താഴെ. ഇത് പണ്ടത്തെ സെറ്റപ്പായി. ഇപ്പൊ പക്ഷെ ഇങ്ങോട്ടൊക്കെ ഇറക്കി കുറച്ച് വന്നിട്ടുണ്ടെന്നു. പിന്നെ ആരാ? ഫാദർ. ഗൈസ് ഇതെന്റെ ഫാദറിന്റെ ബ്രദറാണ്.
ഇത് എന്റെ ഫാദറിന്റെ സിസ്റ്റർ കാണിച്ചില്ലേ, സിസ്റ്ററിന്റെ കുട്ടിയാന്ന് ചെറുതാണ്. ഇതെന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദറാണ്, അതായത് എന്റെ ഫാദറിന്റെ ബ്രദർ. പിന്നെ അടുത്ത നിങ്ങൾ കാണാൻ പോണത് ഈ കുട്ടീനാണ്. എന്റെ ഇത്തിയുടെ ഫ്രണ്ടാണ്, സ്നേഹ. ഫ്രണ്ടല്ല, നമ്മുടെ കസിനാ, ഫുഡ് മോള്. അതായത് നമ്മുടെ വാപ്പച്ചിയുടെ ഇതെന്താ ചിരിച്ചിരിക്കുന്ന മുഖം കണ്ടോ ഗൈസ്? ഗൈസ് ആളെന്ന് ചെറുതാണ്, എന്നേലും 2 വയസ്സിന് മൂത്തല്ലേ സ്നേഹ. പിന്നെ ഇത് നിക്കായിന്റെ ടൈമിൽ ഗൈസ് എന്റെ ഗ്രാൻഡ് ഫാദർ. എന്റെ അമ്മി മെലിഞ്ഞിരിക്കുന്ന എന്റെ മമ്മി ഗൈസ് പെണ്ണ് കാണാൻ വേണ്ടി പൊടിയായി തോന്നുന്നു, പെണ്ണ് കാണാൻ വേണ്ടി കൊടുത്ത ഫോട്ടോ. ഇതിലൊരു സ്റ്റോറി ഉണ്ട് ഗൈസ്, ആ പിക്ചറിൽ ഒരു സ്റ്റോറി ഉണ്ട്. എന്താ അറിയോ, എന്റെ മദർ പണ്ട് ഭയങ്കര സ്ലിം ആയിരുന്നു. എന്താ പുറകെ കിടക്കുന്നത്? എന്റെ മദർ പണ്ട് ഭയങ്കര സ്ലിം ആയിരുന്നു. അപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ നേരം 1-2 ഡ്രസ്സ് അതിനകത്ത് ഇട്ടിട്ട് എടുത്ത ഫോട്ടോ എന്നാണ് എന്റെ മദർ എന്നിട്ട് പറഞ്ഞത്. അറിയില്ല, ചിലപ്പോൾ അതിനകത്തിന് ഇത്ര എണ്ണം കൂടുതലുണ്ടോ അറിയില്ല. നിന്റെ അമ്മയായിരാ. എന്ത് തോന്നുന്ന ആൽബം കണ്ടിട്ട് ചുന്ദരിക്ക്. പിന്നെ ഇത് ഫംഗ്ഷൻ, നിക്കാഹ് കഴിയുന്ന എല്ലാം നമുക്ക് അങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണ്ട അല്ലേ ആളുകളെ. കുറെ ആളുകളുടെ പല പല കോലങ്ങൾ കാണാൻ വേസ്ത. ഇത് മരിച്ചുപോയി. ഇതും എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഇതെൻ്റെ എന്താ പറയുക, ഇതെൻ്റെ ഉമ്മച്ചിയുടെ വാപ്പാടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. എനിക്കില്ല, ചേട്ടത്തിയുടെ ഹസ്ബൻഡാണ്. എവർ ടൈം മൈ ഡാഡി കുൾ വിഷ്. യെസ്, നിക്കാ കേസ്. ഇതാണ് എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പ, ആള് പാട്ടുകാരനാണ് കേസ്. എൻ്റെ വാപ്പച്ചിയാണ് ഗിറ്റാറിസ്റ്റ്. എന്താ അല്ലേ, ഫുൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് കലാപരിപാടിയായിട്ടുള്ള ഫാമിലി അല്ലേ. പിന്നെ നിക്കാഹിന്റെ ടൈം. ഇതൊക്കെ ശരിക്കും ഈ ഒരു ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് അല്ല ഇതൊക്കെ. ലൈഫിൽ ഒരു തവണ സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ഉസ്താദ് നിക്കാഹ് ചൊല്ലി കൊടുക്കണം. എന്തോ ചോദ്യം എനിക്കറിയില്ല, എന്നോട് നീ ചോദിക്കില്ല. പിന്നെ മൈ ഫാദർ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പൊ ശരി, ഇവിടം വരെ കല്യാണം കഴിഞ്ഞു. ഇത്ര നേരം നമ്മൾ ഫോട്ടോ കണ്ടോണ്ടത്. ഇവിടെ വരെ കല്യാണം കഴിഞ്ഞ്. കല്യാണം കഴിഞ്ഞത് ഇതത് കഴിഞ്ഞുള്ള ഫോട്ടോസ്. ഇതേ കണ്ടാ രജിസ്റ്റർ ചെയ്ത്. ഇനി ബാക്കിയുള്ള ആളുകള് പിന്നെ സെയിം അത് തന്നെ. ഇതൊക്കെ നോക്ക് ഗൈസ്, മധുരം കൊടുക്കുന്നത് എന്റെ മമ്മി. ഇത് സുന്ദരിയാ മമ്മിയുടെ മധുരം കൊടുക്കണ ഗൈസ്. എന്തോ ഒച്ചുടി വെട്ടം പോയാറോ. ഓക്കെ, ഇത് നല്ലൊരു ഫോട്ടോയില്. കുറച്ചൊന്ന് ബ്ലറാണ് ഗൈസ്. അടുത്ത് തീരാനായി ഗൈസ്. ഇതാ എന്റെ മമ്മി സങ്കടം കൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഈ മുഖം ഇപ്പം നല്ല ഭദ്രകാളിയുടെ മുഖമല്ലേ. ഇപ്പൊ എന്ത് വന്നാലും ഞങ്ങൾ രണ്ടിനെയും ചീത്ത വിളിക്കുമ്പോൾ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ. ഇപ്പൊ ചീത്ത വരുമ്പോ വേറെ ഇതൊക്കെയോ മുഖമാ. അയ്യാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചീത്ത കൊള്ളുന്നത് ഈ വീട്ടിൽ നിന്നിട്ട് ഇല്ലേ. നന്നായി എന്റെ കയ്യിരിപ്പിനല്ലേ, നമുക്ക് ബാക്കി കാണാം. അയ്യോ ഗൈസ്, നെക്സ്റ്റ് ഫോട്ടോ. ഇതാണ് കരിശമണിമാല അല്ലേ. ഈ ഇങ്ങനത്തെ കരിശമണിമാല നോർമല് മുസ്ലിംസിൽ വെഡിങ് ചെയ്യുമ്പോൾ ഇടാറില്ല. പക്ഷെ പട്ടാണീസ് ഇങ്ങനെ കരിശമണിമാല യൂസ് ചെയ്യാം അല്ലേ. ഇപ്പോഴും എന്റെ മമ്മിയുടെ കാര്യത്തിലുണ്ട് ഗൈസ്. പിന്നെ ഓരോ ഫോട്ടോസ് കൈ മറ്റേ മമ്മീനെ കാണിക്കട്ടെ. ഈ മലയൊക്കെ എവിടെ കൊണ്ടേ കൊടുത്തോ തോന്നുന്നു മമ്മി. ഗൈസ്, ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, നിങ്ങൾ കാണിച്ചെടുക്കട്ടെ. ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ എന്റെ മമ്മിയുടെ ഫേസിന്റെ ഒരു സൈഡിൽ ഇതുപോലെ ഇതുണ്ടെന്ന്. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്റെ ഫേസിൽ എന്താ സെയിം ആ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഐ പ്രൂവ്ഡ് ഇറ്റ് ഗൈസ്. നിനക്കില്ല, എനിക്ക് മാത്രം വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മുകളിലാണ് കുറെ നിനക്കില്ല, എനിക്കുള്ളത് കണ്ട. എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. സാരിയില്ല പോട്ടെ. അടുത്തതാ ഗൈസ് താലിമാല ഇട്ട് കൊടുക്കുന്ന, അല്ല താലിമാല സോറി ഗൈസ്, പൂമാല ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് അവരുടെ തന്നെ ഫോട്ടോ കുറെ കളറായിട്ടുണ്ട് ഗൈസ്. കാരണം ഇത് ഇങ്ങനെ അടഞ്ഞിരിക്കുവായിരുന്നില്ലേ, ഫ്രെയിം ചെയ്യണം അല്ലേ. പിന്നെ എന്റെ മമ്മി സുന്ദരിയുടെ കുറെ പോസ്റ്റേഴ്സ്. നിങ്ങൾ ഇടയ്ക്കിടക്കൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മദർ പക്ഷേ വീട്ടുകാരുടെ കല്യാണ ആൽബം ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യുക ഗൈസ്, നോക്കുക. ഇതൊക്കെ ഒരു മെമ്മറിയാണ്. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പൂട്ടി വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. എടുത്ത് നോക്കാം, ഇടയ്ക്ക് എടുത്ത് നോക്കാം, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ എന്താ പറയാ, ജസ്റ്റ് നമ്മളെ ലവ് എക്സ്പോസ് ചെയ്യുക. വേറെ എഡിറ്റ് ചെയ്തേ കേട്ടോ. ഇതൊക്കെ ഫുള്ളാകെ പോയല്ലേ ഇങ്ങനത്തെ പ്രിന്റ് ആയതുകൊണ്ട്. നമുക്ക് ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ ചിരിച്ചു കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലേ. ചുമ്മാ ജസ്റ്റ് ആവില് വരുന്നിട്ട് താഴേന്ന് ഫോട്ടോ ഗൈസ്. ഗൈസ് ഐറ പോയി. അപ്പൊ പോയി ഐറ ഫുഡ് വരി കൊടുക്കുന്നു ഗൈസ്. കുറെ ആളുകൾ, എനിക്ക് ഇവർക്ക് ആരെന്നുള്ളത് അറിയില്ല കേട്ടോ. മറിച്ച് ഐറ മറക്കി, നീ മറക്കാണിത്, എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, മറിച്ച് ഇനി കുറെ ഉണ്ടോ തോന്നല്ലേ. ലേഖാവോ കുറച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം അല്ലേ. നല്ല 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 പിക്ചേഴ്സ് മാത്രം എടുത്തിട്ട് നോക്ക് ഗൈസ്. മരിച്ചു കുറച്ച് ഒരു 2-3 വർഷത്തിന് മേലെ ഫുഡ് കഴിക്കുന്നു. ഗൈസ് ഇതൊരു ഫ്രെയിമിൽ എല്ലാവരും ഉണ്ട്. ഇത് ഫാദർ എന്റെ മദർ, ഇത് എന്റെ ഗ്രാൻഡ് മദർ, അതായത് ഫാദറിന്റെ മദർ ആൻഡ് ഫാദറിന്റെ സിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇതാ ഇതൊക്കെ റിലേറ്റീവ്സ് ആണ്. ഇത് ഫാദറിന്റെ സിസ്റ്റർ, ഇതെനിക്ക് കറക്റ്റ് റിലേഷൻ അറിയില്ല. ഇതും എനിക്ക് എന്റെ ഫാദറിന്റെ മദറിന്റെ ബ്രദറിന്റെ വൈഫ്, ഇതൊരു റിലേഷൻ ആണ്, കറക്റ്റ് എനിക്കറിയില്ല. ഇതിങ്ങനെ മറ്റേ മഞ്ച പിടിക്കണം അങ്ങനെ എന്തോ ഒരു ചടങ്ങാണ് ഗൈസ്. ഈ കുട്ടി ഒരു റിലേറ്റീവ് ആണ്, പക്ഷെ എനിക്ക് റിലേഷൻ കറക്റ്റ് എനിക്ക് അറിയില്ല. പിന്നെ ദാ ഗൈസ് മധുരം കൊടുക്കുന്നത്. പിന്നെ വേറെന്താ, പിന്നെ റിംഗ് എക്സ്ചേഞ്ച്.
പിന്നെതാ നാണം. ഓ എന്ത് നാണല്ലോ, ഇത്ര നാണൊന്നും വേണ്ടല്ലേ അയ്യാ, ഇത്ര നാണം വേണ്ട. ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ആളുകൾ ഭയങ്കര എന്താ ആ ഗൈസ് ഇത് നോക്ക്. ഓ കരയുന്ന ഗൈസ്. ഓ ഗൈസ് ഇപ്പൊ കാണാൻ കിട്ടും ഇങ്ങനെ കരയുന്നേ. ഇപ്പൊ ആരും കരയൂലല്ലോ, ഇപ്പൊ എല്ലാവരും ചിരിച്ചു കളയും. ആ അമ്മി കരയോ ഞാനാനെ വിട്ടു പോകുന്നതിന് അമ്മി കരയുന്നു അമ്മൂടെ കൂടെ പോവാൻ. വീട് മാറി പോവല്ലേ, അയ്യറ വലുതായി കല്യാണം കഴിക്കുമ്പോ അയ്യറ കരയില്ല അമ്മയുടെ കൂടെ ഇപ്പൊ ഇത്ര നാൾ നിന്നിട്ട് പോകുമ്പോ സങ്കടം വരത്തില്ലേ? എനിക്ക് വേറെ പണിയാണ്. എന്തോന്ന് പറഞ്ഞു ചോദിച്ചേ? എക്സ്ക്യൂസ് മീ, കല്യാണം കഴിച്ച് പോകത്തില്ലേ? വീട്ടിൽ നിന്ന് അടിച്ചിറക്കും കണ്ടോ? പിന്നെ ഇതാണ് കേസ് എന്റെ ഗ്രാൻഡ് മദർ. പണ്ട് നല്ല ക്ഷീണമായിരുന്നു, ഇപ്പൊ ഓക്കെ സെറ്റായി. ഫാദറിന്റെ സിസ്റ്റർ, എന്റെ മദറിന്റെ മദർ, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്റർ. അല്ലടി ഇന്നലെ കാണിച്ചു കൊടുത്തതാടി നമ്മള്. ഇതാണ് എന്റെ ഉമ്മച്ചിയുടെ വാപ്പാടെ സിസ്റ്റർ, പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ്. ഇത് മരിച്ചുപോയി. മാച്ചിക്ക് ഇതെന്ത് എക്സ്പ്രഷൻ ആണ്, ഇത് പറയാൻ വരുന്ന പോലെ. പിന്നെ അതാ സെയിം ആ ചടങ്ങുകളൊക്കെ ഗൈസ് ഇങ്ങനെ. അതൊക്കെ ഒരു ചടങ്ങല്ലേ. ഇതാണ് എന്റെ ഫാദറിന്റെ ബ്രദർ ഗൈസ്, ഫാദറിന്റെ ബ്രദർ. ഇത് ഫ്രണ്ട്സ് ഒക്കെ, കസിൻസ് ആണ്, സോറി കസിൻ ഫ്രണ്ട്സ് അല്ലേ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് മരിച്ചുപോയി എന്റെ ഉമ്മച്ചിയുടെ സിസ്റ്റർ. ഇത് ഫുപ്പു ഇടേ, ഫുപ്പു. ഓക്കെ ഇതൊക്കെ കസിൻസ്. പിന്നെ ഇതാ ഇവിടെ പിന്നെ ഇതാണ് എന്റെ ഫാദറിന്റെ ദാദാട നമ്മുടെ ഇവിടെ. ഇതാണ് കേസ്, ഞങ്ങൾ ഇത്രയും പേരാണ് ഒരു ഫാമിലി. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നല്ലോ. ഫാദറിന്റെ ഫാദർ, ഫാദറിന്റെ മൂത്ത സിസ്റ്റർ, ഫാദറിന്റെ ഇളയ സിസ്റ്റർ, ഫാദറിന്റെ ബ്രദർ, ഗ്രാൻഡ് മദർ, ഫാദറിന്റെ മദർ. പിന്നെ എന്റെ അമ്മി, അതിനെ പറയണം, എടുത്തു പറയണം അമ്മീന. ഇതെന്റെ മദറിന്റെ ഫാമിലി. ഇവർ 2 പെൺമക്കളാണ്. ഉമ്മച്ചിയുടെ ഉമ്മ, ഉമ്മച്ചിയുടെ വാപ്പ. ഞാൻ പറഞ്ഞില്ല ആള് പാട്ടുകാരനാണ്. ഇത് എന്താ പറയാ എന്റെ മദറിന്റെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആയി. ഓക്കെ അപ്പം അടുത്തെന്താ? അടുത്തൊന്നുമില്ല. പിന്നെ മറ്റേ പോകുന്ന ചടങ്ങാണ് കേസ്. കഴിഞ്ഞില്ലേ? അയ്യോ ഇതിനി പണ്ടത്തെ മറ്റേ ടൈപ്പില്ലേ. ഇത് എന്താണെന്നറിയോ നിനക്ക്? പണ്ടത്തെ ആളുകൾ ഇങ്ങനെ വനിതയിൽ ഇങ്ങനെ കവർ പിക്ചർ പോലെ ഇങ്ങനെ ചെയ്യും മാരേജിന്റെ സമയം. അതാണ് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു എന്നാ വിളിച്ചോ, കെട്ടിപ്പിടിച്ചോ. അപ്പൊ കഴിഞ്ഞു ഇല്ലേ? അപ്പൊ ഇനി എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ട്, അവരുടെ കോലങ്ങളൊക്കെ ഇതിൽ കാണാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.